ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്യുന്നതനായ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ കാര്യം നാം എല്ലാവരും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരണം എന്നുള്ളതാണ്. പഴയ നിയമഭക്തന്മാർ അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം എൻ്റെ നാളുകളെ എണ്ണയണം എന്ന് പ്രാർത്ഥനകൾ പഴയ നിയമത്തിലുണ്ട്. സദൃശവാക്യം 2-ാം അധ്യായം 1 മുതൽ ഉള്ള വചനങ്ങളിൽ മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. ജ്ഞാനത്തിനു വേണ്ടി നാം എത്രമാത്രം ആഗ്രഹിക്കണം എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. യഥാർത്ഥ ജ്ഞാനം പ്രാപിക്കുവാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. സദൃശവാക്യം 2:3 നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ, നീ ദൈവഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ദുഷ്കാലം ആകയാൽ നാം അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നടക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 28-ാം അധ്യായം 12 മുതൽ ഉള്ള വചനങ്ങളിൽ പുരാതന ഭക്തനായ ഇയ്യോബ് ചോദിക്കുന്നത്, ജ്ഞാനം എവിടെ നിന്ന് കണ്ടുകിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്തതിനെ കണ്ടെത്തുന്നില്ല. അത് എന്നിൽ ഇല്ല എന്ന് ആഴി പറയുന്നു. അതെൻ്റെ പക്കലില്ല എന്ന് സമുദ്രവും പറയുന്നു. നോക്കുക, ജ്ഞാനം എവിടെയാണ് കണ്ടുകിട്ടുന്നത്? അതിൻ്റെ വില തിരിച്ചറിയുന്ന മനുഷ്യൻ ആരുള്ളൂ? അത് സമുദ്രം പറയുന്നത് അതെന്നിൽ ഇല്ല എന്നാണ്. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല. അതിൻ്റെ വിലയായി വെള്ളി തൂക്കി കൊടുക്കാറുമില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലമോ ഒന്നും അതിന് പകരം വയ്ക്കുവാൻ പറ്റുകയില്ല. സ്വർണവും സ്ഫടികവും ഒന്നും അതിനോടൊക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്കതിനെ മാറിക്കൊടുപ്പാറില്ല. പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകയേ വേണ്ട. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല. തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവുന്നതുമല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്കത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിൻ്റെ വഴി അറിയുന്നു. അതിൻ്റെ ഉത്ഭവസ്ഥാനം ദൈവത്തിന് നിശ്ചയമുണ്ട്. പ്രിയരെ, ജ്ഞാനത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ജ്ഞാനം എല്ലാറ്റിലും വിലയേറിയതാണ്. ജ്ഞാനം ഞങ്ങളുടെ പക്കലില്ല എന്ന് സൃഷ്ടികളെല്ലാം പറയുന്നു. എന്നാൽ അതിൻ്റെ വഴി ദൈവം അറിയുന്നു. അതിൻ്റെ ഉത്ഭവസ്ഥാനത്തെക്കുറിച്ച് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. സദൃശവാക്യത്തിൽ നാം വായിച്ചത്, ജ്ഞാനത്തിന് ചെവി കൊടുക്കണം, ബോധത്തിന് നിൻ്റെ ഹൃദയം ചായ്ക്കണം. നീ ബോധത്തിനായി വിളിച്ച് അതിന് വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ ദൈവപരിജ്ഞാനം കണ്ടെത്തും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനത്തിനു വേണ്ടിയുള്ള ഒരാഗ്രഹം, അത് പ്രാപിക്കുവാനുള്ള ഒരാവേശം, അത് കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മിൽ ഉണ്ടാകേണ്ടത് എത്രയോ ആവശ്യമാണ്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്ന ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി എന്നുള്ളതാണ്. യഥാർത്ഥ ജ്ഞാനം ക്രിസ്തുവിലാണ്. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. ജ്ഞാനം തേടി പോകുന്നവർ കണ്ടെത്തുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ജ്ഞാനം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ യഥാർത്ഥ ജ്ഞാനമായ ക്രിസ്തുവിന്
ചെവി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അത് ദൈവത്തിൻ്റെ വചനം നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയാണ്. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ജഡരക്തങ്ങൾക്കത് വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. സ്വർഗസ്ഥനായ പിതാവ് വേണം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുവാൻ. അതിന് നാം ആഗ്രഹിക്കണം. അതിനുവേണ്ടി നാം വലിയ വില കൊടുത്ത് അന്വേഷിക്കുവാൻ തയ്യാറാകണം. ജ്ഞാനം പ്രാപിക്കുവാൻ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരുക്കാം. യഥാർത്ഥ ജ്ഞാനികളായി ഈ ദുഷ്ടലോകത്ത് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. കർത്താവായ ദൈവമേ, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്ന ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനുള്ള ഉത്സാഹം ഇതെല്ലാം വചനം കേൾക്കുന്നവരിൽ അവിടുന്ന് നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. യേശുവേ പോലെ